പിന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു 10 ദിവസമായിട്ട് എൻ്റെ ചാനൽ ഭയങ്കര റീച്ചായിട്ട് പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, കമൻ്റ് ഉണ്ട്. നല്ല നിലയിൽ പോവാണ് ചാനൽ. എല്ലാവരും സപ്പോർട്ടും വേണം, എല്ലാവരും സ്നേഹം വേണം. എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മുന്നേ ഒന്നും വീഡിയോയിൽ ഞാനിങ്ങനെ പറയില്ല, അതാന്ന് തോന്നുന്നു ആരും ഒന്നും ചെയ്യാത്ത. ഞാൻ ഇപ്പം എപ്പോഴും പറയും. അപ്പം ഞാൻ ഹാപ്പിയാണ്. അപ്പം എന്തായാലും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഞാനിങ്ങനെ വീഡിയോ, സ്റ്റാറ്റസ്, FB അങ്ങനെയൊക്കെ ഇടുമ്പോൾ മോശമായതും നല്ലതായതും എല്ലാം കമൻറ്റ് വരുന്നുണ്ട്. വന്നോട്ടെ, അതൊക്കെ അവരവരെ ഇതുപോലെ, അതിലൊന്നും കാര്യമില്ല. സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മളെല്ലാം ഒന്നുമല്ല. എത്രയോ 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 രാജ്യത്തിൻ്റെ ഉന്നതിയിലിരിക്കുന്നവരെ കുറിച്ച് എന്തെല്ലാം പറയുന്നു. അപ്പം ഈ ഒരു പുഴുവായ നമുക്ക് അതിൽ കാര്യമില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുന്നതെന്നറിയോ, നമ്മൾ ജസ്റ്റ് ഒരാളെ പരിചയപ്പെടുന്ന, അല്ലെങ്കിൽ അയാളെ കഴിവിനെയോ ക്വാളിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, എന്തായാലും നമ്മളൊരാളെ പരിചയപ്പെട്ട് വരുമ്പോൾ കൂടുതൽ അടുത്തറിയാൻ നമുക്കെപ്പോഴും താല്പര്യമുണ്ടാവും. അപ്പം ആ ഒരു താല്പര്യം വരുമ്പം സോഷ്യൽ മീഡിയയിൽ ഉള്ള വഴി ഒന്നുകിൽ നമ്മളെ വിളിച്ചു ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാം. ഈ 2 ഓപ്ഷനാണ് ഉള്ളത്. കാരണം നമ്പർ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്പർ നമുക്കങ്ങനെ പരസ്യപ്പെടുത്താൻ പറ്റില്ല. അത് നമ്മളെ സ്വൈര ജീവിതത്തിനെ ബാധിക്കും, നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നു. അപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മെസ്സഞ്ചറിൽ കോൾ വിളിച്ചിട്ടോ മെസ്സഞ്ചറിൽ പിന്നെ ചോദിച്ചാലൊന്നും നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്ന 13 ലക്ഷമോ 14 ലക്ഷമോ ആൾ കാണുമ്പോൾ 14 പേര് ചോദിക്കുമ്പോൾ തന്നെ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് എന്താണെന്നറിയോ, ഞാൻ ഫസ്റ്റിലേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം ചേർക്കാത്ത മൈ എക്സ്പീരിയൻസ്, മൈ ലൈഫ് എക്സ്പീരിയൻസ്, എൻ്റെ മൈ ലൈഫാണ് എൻ്റെ ചാനൽ. പിന്നെ എന്നും വന്നിട്ട് നമ്മൾ സങ്കടവും പ്രയാസവും അനുഭവിച്ചതും അത് പറയുമ്പോൾ ചിലപ്പോൾ ആർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം അത്യാവശ്യം ഡാൻസോ പാട്ടോ ടോക്കോ സ്കിറ്റോ ഷോർട്സോ റീൽസോ ഈ എന്തെങ്കിലും കൊണ്ട് വരുന്നു. പക്ഷേ മെയിൻ ലക്ഷ്യം വേദനിപ്പിച്ചവരെ കൈയെത്താതെ നാവുണ്ട്, അതാണ് ഈ ചാനലിൻ്റെ ലക്ഷ്യം. അപ്പം ദയവ് ചെയ്തിട്ട് എൻ്റെ ഇച്ഛൻ്റെ വിരുദ്ധ പറയാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 8 മാസമായി. 1700 വീഡിയോ ഉണ്ട്. അതെല്ലാം ഓരോ ആഴ്ചയിലും ചില ദിവസങ്ങളിലുമായിട്ട് എൻ്റെ ജീവിതം ഞാൻ അതിലേക്ക് പകർത്തിയിട്ടുണ്ട്. എൻ്റെ സമയപരിധിക്കും എൻ്റെ സംസാര രീതിക്കും എൻ്റെ കഴിവിനും പറ്റുന്ന രീതിയിൽ, അതിൻ്റെയും എത്രയോ ആയിരിക്കും പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു എന്തായാലും നിങ്ങൾക്ക് അതിലൊരു ഹിൻഡ് കിട്ടും. ആ രീതിയിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ദയവ് ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എൻ്റെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരുടെ അടുത്തും എനിക്കൊരു റിക്വസ്റ്റേ വെക്കാനുള്ളൂ. ദയവ് ചെയ്തിട്ട് പിന്നെ ശ്രീലു ഫിനിക്സ് എന്ന് യൂട്യൂബിൽ എടുക്കുക, അതേപോലെ തന്നെ FB പേജിലും അടിക്കുക. അപ്പം നമുക്ക് നേരിട്ട് പോയി ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് ഈ ഞാൻ, എന്താണ് എൻ്റെ ഫാമിലി, എന്താണ് എൻ്റെ വിവാഹം, എന്താണ് എൻ്റെ പിന്നീടുള്ള ലൈഫ്, എന്താണ് മക്കൾ, എന്താണ് ജോലി, എന്താണ് ബന്ധുക്കൾ, എന്താണ് നാട്ടുകാർ, എല്ലാം നിങ്ങൾക്ക് ഭംഗിയായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇൻബോക്സിലും കമൻറ്റ് ബോക്സിലും
അല്ലാതെ ഭയങ്കരമായിട്ട് കോള് വിളിച്ചിട്ടും എല്ലാം ചോദിക്കുന്നവരോട് ഒരു റിക്വസ്റ്റായിട്ട് വെക്കുന്ന സ്നേഹത്തിൻ്റെ മേലെ എല്ലാവരും ശ്രീലു ഫിനിക്സ് കയറി കാണാം. ശ്രീലു എന്ന് പറഞ്ഞാൽ ശ്രീലത എന്ന പേര്, ശ്രീലു എന്ന് ഇട്ടു. ഫിനിക്സ് എന്ന് പറഞ്ഞാൽ ചാരത്തുനിന്ന് വന്നത് എന്നാണ് പറയുന്നത്. ഞാൻ ചാരത്തുനിന്നല്ല, അതിലും വലിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വന്നത്, അങ്ങനെയാണ് പേരിട്ടത്. അപ്പോൾ ശ്രീലു ഫിനിക്സ് എന്ന് FB പേജിൽ അടിച്ചാലും യൂട്യൂബിൽ പോയി അടിച്ചാലും എൻ്റെ കുറേ നാളത്തെ വീഡിയോസ് കിട്ടും. 8 മാസമായി യൂട്യൂബ് തുടങ്ങിയിട്ട്. ആദ്യം കുറച്ച് നാളില്ലായിരുന്നു, അങ്ങനെ പറയാനുള്ളൊരിത് വന്നില്ല. പിന്നെ ഞാനങ്ങ് പറയാൻ തുടങ്ങി. അപ്പോൾ ഏകദേശം ഉണ്ട്. ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും, ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. ചാനലിൽ ഇത് വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഒപ്പം കുറച്ച് എൻ്റെ കുറേ അങ്ങനെയൊക്കെ ആയിട്ട് പോകും. അതിന് നിങ്ങളെ സപ്പോർട്ട് വേണം, ലൈക്ക് വേണം, ഷെയർ വേണം, കമൻറ്റ് വേണം, എല്ലാം വേണം. നമ്മൾ വീഡിയോ ഇട്ടിട്ട് കണ്ടു നോക്കുമ്പോൾ ആരും കണ്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല ഇടാൻ. നമ്മളെ കാര്യങ്ങൾ പറയുന്നത് കേൾക്കാൻ ആൾ വേണം. അപ്പം FB പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക, ശ്രീലു ഫിനിക്സ്. അത് പോയി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ ഈച്ച് ആൻഡ് എവരിത്തിങ് ഡീറ്റെയിൽസ് കിട്ടും. അപ്പം അത് കാണാം, കേൾക്കാം, എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം ലക്ഷ്യത്തിലെത്തുന്നവരെ. ഓക്കേ.